Dear students, welcome to this channel. ഇന്ന് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടോപ്പിക്ക് നമുക്ക് നോക്കാം. അതായത് നമ്മുടെ 5th മോഡ്യൂളിലെ ടോപ്പിക്കാണ്. അപ്പോൾ 5th മോഡ്യൂളിൽ നമുക്ക് സിംപ്ലക്സ് മെത്തേഡ് നോക്കാം. ഈ സിംപ്ലക്സ് മെത്തേഡിൽ ആദ്യത്തെ 4 വീഡിയോസ് നേരത്തെ തന്നെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഹൗ ടു ഫോം ആൻ LPP, ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം എങ്ങനെ ഫോം ചെയ്യുന്നത്, ഒരു ഗ്രാഫിക്കൽ മെത്തേഡിൽ എങ്ങനെ അത് സോൾവ് ചെയ്തെടുക്കാം എന്നുള്ള കാര്യങ്ങളെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് നമുക്കിത് ഓൾജിബ്രായിക് മെത്തേഡിൽ എങ്ങനെ ഇത് സോൾവ് ചെയ്തെടുക്കാം എന്നുള്ളതാണ്. ഇതിൻ്റെ സൊല്യൂഷൻസ്, ഈ LPPയുടെ സൊല്യൂഷൻസ് നമുക്ക് എങ്ങനെ സിംപ്ലിഫൈ ചെയ്യാം എന്നുള്ളത് നോക്കാം. ഒരു LPP ആവുമ്പോൾ ഒരു ഒബ്ജക്റ്റീവ് ഫങ്ഷൻസ് വേണം, നോൺ നെഗറ്റീവ് കൺസ്ട്രൈൻസ് വേണം, പിന്നെ കൺസ്ട്രൈൻസ് വേണം. അപ്പോൾ ഈ വക കാര്യങ്ങളെല്ലാം നമുക്കിവിടെ വേണ്ടതാണ്. ഇതിൽ ഒബ്ജക്റ്റീവ് ഫങ്ഷൻ എന്ന് പറയുന്നതാണ് ഈ മിനിമൈസ് ഇസെറ്റ് എന്ന് തന്നിരിക്കുന്നത്. ഇതാണ് ഒബ്ജക്റ്റീവ് ഫങ്ഷൻ. ഈ ഒരു ഫംഗ്ഷനാണ്, ഇതിൻ്റെ പേരാണ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. ഈ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ മേ ബി മിനിമൈസ്ഡ് ആയിരിക്കും അല്ലെങ്കിൽ മാക്സിമൈസ്ഡ് ആയിരിക്കും, സബ്ജക്റ്റ് ടു സം കണ്ടീഷൻസ് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 3 കൺസ്ട്രൈൻസ് ഇവിടെ തന്നിട്ടുണ്ട്. ഈ കൺസ്ട്രൈൻസ് എല്ലാം തന്നെ എന്താണ്, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 7, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 12, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 എന്ന് തന്നിട്ടുണ്ട്. ഈ ലാസ്റ്റ് വന്നിരിക്കുന്നതിൻ്റെ പേര്, ലാസ്റ്റ് കണ്ടീഷൻ x1, x2, x3 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറയുന്നത് നോൺ നെഗറ്റീവ് കൺസ്ട്രൈൻസ് ആണ്. ഓൾവേസ് x1, x2, x3 ഷുഡ് ബി പോസിറ്റീവ്. സോ ഇറ്റ് ഈസ് നോൺ നെഗറ്റീവ് കൺസ്ട്രൈൻസ്. അതായത് നമ്മൾ ഈ വാല്യൂസ് എല്ലാം ഇപ്പോൾ 1 or 2 വേരിയബിൾസ് ആണെങ്കിൽ, ഇപ്പോൾ x1ഉം x2ഉം ആണെങ്കിൽ നമുക്ക് ഗ്രാഫിക്കൽ മെത്തേഡിൽ തന്നെ സോൾവ് ചെയ്യാൻ പറ്റും. കാരണം x ആക്സിസിൽ x1 എടുക്കാം, y ആക്സിസിൽ x2 എന്നെടുത്ത് നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. ബട്ട് ഒന്നിൽ കൂടുതൽ വേരിയബിൾസ് വരുമ്പോൾ 3, 4, 5 വേരിയബിൾസ് ഒക്കെ വന്നാൽ നമുക്ക് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനിൽ സോൾവ് ചെയ്യാൻ പറ്റില്ല. അന്നേരം നമുക്ക് ഈ LPP മെത്തേഡാണ്, സിംപ്ലക്സ് മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് LPP സോൾവ് ചെയ്ത് എടുക്കാം. അപ്പോൾ ഇതിനായിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ ഇത് ഒരു സ്റ്റാൻഡേർഡ് ഫോമിലാണ് നമ്മളിത് കൺവേർട്ട് ചെയ്യേണ്ടത്. സ്റ്റാൻഡേർഡ് ഫോം എന്ന് പറഞ്ഞാൽ എന്താണ്, ആ കൺസ്ട്രൈൻസ് എല്ലാം, അതായത് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ മാക്സിമൈസ്ഡ് ആയിരിക്കണം, മിനിമൈസ്ഡ് ആവാൻ പാടില്ല. ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഹാസ് ടു ബി മാക്സിമൈസ്ഡ് ആയിരിക്കണം. പിന്നെ കൺസ്ട്രൈൻസ് എല്ലാം ഈക്വൽ ടു ആയിരിക്കണം. കൺസ്ട്രൈൻസ് എല്ലാം ഇക്വാലിറ്റിയിലായിരിക്കണം. നമുക്കിവിടെ കൺസ്ട്രൈൻസ് ഇക്വാലിറ്റിയിലാണോ? ഇല്ല, എല്ലാം ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ് ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടുവിനെ നമ്മൾ ഇക്വാലിറ്റിയിലോട്ട് കൺവേർട്ട് ചെയ്ത് നമ്മൾ സ്റ്റാൻഡേർഡ് ഫോമിലോട്ട് കൊണ്ടുവരണം. അപ്പോൾ അതിനായിട്ട് നമുക്കിവിടെ 2 കണ്ടീഷൻസ് ഇവിടെ അപ്ലൈ ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റാൻഡേർഡ് ഫോമിൽ കൺവേർട്ട് ചെയ്യാനായിട്ട് നമുക്ക് LPPയുടെ ലിമിറ്റേഷൻസ് നമുക്ക് വായിച്ച് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ഇതിൽ മിനിമൈസേഷൻ നമുക്ക് പറ്റില്ല. അപ്പോൾ മിനിമൈസേഷന് നമ്മൾ എന്ത് ചെയ്യണം? ഇറ്റ് ഹാസ് ടു ബി, എപ്പോഴും ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഹാസ് ടു ബി മാക്സിമൈസ്ഡ് ഓർ മിനിമൈസ്ഡ് തന്നെയാണ്. പക്ഷേ അതിനെ മിനിമൈസ്ഡ് ഇത് കണ്ടീഷൻ തന്നാൽ മാക്സിമൈസിലോട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാം. അതായത് ഫസ്റ്റ് നമ്മൾ കൺവേർട്ട് ചെയ്യേണ്ടത്, ഇഫ് ദ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഈസ് മിനിമൈസ്ഡ് വി യൂസ് ദ റിലേഷൻ സച്ച് ദാറ്റ് മിനിമം ഓഫ് ഇസെറ്റ്, ഈ റിലേഷൻ നിങ്ങൾ ഓർത്ത് വയ്ക്കുക കേട്ടോ, മിനിമം ഓഫ് ഇസെറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് മാക്സിമം ഓഫ് മൈനസ് ഇസെറ്റ്. ഇതാണ് ആൻസർ. അപ്പോൾ ഇത് നമ്മൾ കാൽക്കുലേഷൻ ആദ്യം തുടക്കത്തിലൊരു കാൽക്കുലേഷൻ കൊടുക്കണം, പിന്നെ അവസാനം ഒരു കാൽക്കുലേഷൻ കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഇവിടെ മിനിമൈസ്ഡ് ആണ്. അപ്പോൾ നമ്മൾ ഈ കണ്ടീഷൻ ആണ് ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത്. അതിനായിട്ട് ആദ്യം മാക്സിമം ഓഫ് മൈനസ് ഇസെറ്റ് നമുക്ക് എടുക്കാം. ഇസെറ്റിനെ എന്ത് ചെയ്യണം? മൈനസ് ഇസെറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഈ ഒരു കാൽക്കുലേഷനാണ് ഫസ്റ്റ് നമ്മൾ കൊടുക്കുന്നത്. ഇത് നമുക്ക് ഏറ്റവും അവസാനം കൊടുക്കാം, ഈ കാൽക്കുലേഷൻ ഇപ്പോൾ വേണ്ട. അപ്പോൾ മിനിമൈസ് ഇസെറ്റ് ഈക്വൽ ടു മാക്സിമം ഓഫ് മൈനസ് ഇസെറ്റ്. ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഹാസ് ടു ബി ഐദർ മാക്സിമൈസ്ഡ് ഓർ മിനിമൈസ്ഡ്. അപ്പോൾ ഇവിടെ മാക്സിമൈസ്ഡ് അല്ല, മിനിമൈസ്ഡ് ആണ്. അപ്പോൾ മാക്സിമൈസിലോട്ട് കൺവേർട്ട് ചെയ്യാൻ ഇസെറ്റിനെ മൈനസ് ഇസെറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എന്താവും? അത് മാക്സിമൈസ് ഇസെറ്റ് ആവും. അതിനെയാണ് ഞാനിവിടെ മാക്സിമൈസ് ഇസെറ്റ് സ്റ്റാർ, ദാറ്റ് ഈസ് മൈനസ് ഇസെറ്റ് ഈക്വൽ ടു മൈനസ് x1 മൈനസ്, ഇവിടെ മൈനസ് എന്താവും? പ്ലസ് 3x2 മൈനസ് 2x3 എന്ന് വരുന്നുണ്ട്. ഇനി കൺസ്ട്രൈൻസിനെ എല്ലാം ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് വരുന്ന കൺസ്ട്രൈൻസിനെ എനിക്ക് ഇക്വാലിറ്റിയിലോട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം?
സി ഹിയർ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇവിടുത്തെ കണ്ടീഷനിൽ ഫസ്റ്റ് ഇക്വേഷനിൽ നമ്മൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണെങ്കിൽ ഒരു വേരിയബിൾ നമ്മളിവിടെ ആഡ് ചെയ്ത് കൊടുക്കണം. അതായത് ദാറ്റ് വേരിയബിൾ ഇസ് നോൺ as സ്ലാക്ക് വേരിയബിൾ. ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണെങ്കിൽ എന്ത് ചെയ്യണം? ഒരു വേരിയബിൾ ആഡ് ചെയ്യണം. ഒരു വേരിയബിൾ നമ്മൾ ആഡ് ചെയ്യണം പ്ലസ് സം വേരിയബിൾ എന്നുള്ളതാണ്. ഇനി അതായത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ഇത് ലെസ് ദാൻ ഓർ ഈക്വൽ ടുവിനാണ്. സപ്പോസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വന്നാലോ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കുന്ന വേരിയബിളിൻ്റെ പേര് സർപ്ലസ് വേരിയബിൾ എന്നാണ്. സോ ഫസ്റ്റ് വേരിയബിൾ ആഡ് ചെയ്യുന്ന വേരിയബിൾ സ്ലാക്ക് വേരിയബിൾ ആണെങ്കിൽ സബ്ട്രാക്റ്റ് ചെയ്യേണ്ട വേരിയബിൾ സർപ്ലസ് വേരിയബിൾ എന്നായിരിക്കണം. സോ ഇവിടെ ഇത് സ്ലാക്ക് വേരിയബിൾ എന്ന് പറയുമ്പോൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടുവിന് സ്ലാക്ക് വേരിയബിൾ കൊടുക്കണം, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടുവിന് സർപ്ലസ് വേരിയബിൾ സബ്ട്രാക്റ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിക്കേ 3 കൺസ്ട്രൈൻസും ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ്. നമ്മൾ ഈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു കൺസ്ട്രൈൻസിൽ സ്ലാക്ക് വേരിയബിൾ നമ്മളിവിടെ കൊടുക്കുവാണ്. 3x1 മൈനസ് x2 പ്ലസ് 2x3 പ്ലസ് x4 ഇസ് ഈക്വൽ ടു 7 എന്ന് ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട്. സോ നമ്മൾ 7 എന്ന് എഴുതുവാണ്. ഇനി അടുത്ത ഇക്വേഷൻ എന്താണ്? മൈനസ് 2x1 പ്ലസ് 4x2. അവിടെ x3 ഉണ്ടോ? ഇല്ല. പ്ലസ് 0x3 പ്ലസ് ഇനി ലെസ് ദാൻ ഓർ ഈക്വൽ ടു. ഒരിക്കൽ ആഡ് ചെയ്ത വേരിയബിൾ വീണ്ടും ആഡ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഫസ്റ്റ് കൺസ്ട്രൈനിൽ നമ്മൾ x4 ആഡ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ 0x4 പ്ലസ് അടുത്ത വേരിയബിൾ എന്താണ്? x5 എന്ന് നെയിം ഇട്ട് ആഡ് ചെയ്യുക. x5 is a surplus variable, slack variable. It is equal to 12. Now, in the last constraint, നമുക്കിവിടെ minus 4x1 plus 3x2 plus 8x3 plus ഇവിടെ x4 ഉണ്ടോ? ഇല്ല. x4 0, അതെ x5 ഉണ്ടോ? അതും 0 പ്ലസ് നമുക്ക് അടുത്ത കൺസ്ട്രെയിൻ ഏതാണ്? x5 കൊടുത്തു. അപ്പോൾ അടുത്ത കൺസ്ട്രെയിൻ വേരിയബിൾ x6 ആണ്. സോ പ്ലസ് x6 ഈക്വൽ ടു 10. അപ്പോൾ ആദ്യത്തെ കൺസ്ട്രെയിൻ എങ്ങനെ റീപ്ലേസ് ചെയ്യാം? 0x5 plus 0x6. Here also plus 0x6. അപ്പോൾ നമുക്കിവിടെ ടോട്ടലി ഇപ്പോൾ എത്ര വേരിയബിൾസ് ഉണ്ട്? നമ്മുടെ കയ്യിൽ ടോട്ടലി 6 വേരിയബിൾസ് ആണ് വരുന്നത്. അതായത് x1, x2, x3, x4, x5, x6 is greater than or equal to 0. ഇതാണ് സ്റ്റാൻഡേർഡ് ഫോം എന്ന് പറയുന്നത്. സ്റ്റാൻഡേർഡ് ഫോം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ, അതായത് ഓർക്കുക സ്റ്റാൻഡേർഡ് ഫോം ആവുമ്പോൾ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഷുഡ് ബി മാക്സിമൈസ്ഡ് ആയിരിക്കണം. ഓൾ കൺസ്ട്രൈൻസ് എല്ലാം ഇക്വാലിറ്റിയിലായിരിക്കണം വരേണ്ടത്. സോ ഓൾ ദ കൺസ്ട്രൈൻസ് ഷുഡ് ബി ഇൻ ഇക്വാലിറ്റി. അപ്പോൾ ആ ഒരു കണ്ടീഷൻ നമ്മൾ സാറ്റിസ്ഫൈ ചെയ്തു. x1, x2, x3, x4, x5, x6 എന്ന 6 വേരിയബിൾസ് നോൺ നെഗറ്റീവ്. നോൺ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഇതിൽ x4, x5, x6 എന്ന് പറയുന്നത് സ്ലാക്ക് വേരിയബിൾസ് ആണ്. നമുക്കിവിടെ സർപ്ലസ് കൊടുക്കേണ്ടി വന്നിട്ടില്ല. കാരണം നമുക്കിവിടെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കൺസ്ട്രൈൻസ് ഇല്ലാത്തത് കൊണ്ട്. ഇനി നമുക്ക് ഇതിനെ സോൾവ് ചെയ്യണം. അപ്പോൾ ഇതിനെ നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് ആദ്യം നമ്മൾ ഇതിനൊരു ടേബിൾ നമ്മൾ കൺസ്ട്രക്റ്റ് ചെയ്യണം. ആ ടേബിൾ എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ ടേബിളാണ്. ഇനീഷ്യൽ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ കണ്ടെത്താൻ നമ്മൾ എടുക്കുന്ന ഫസ്റ്റ് ടേബിളാണ് ഈ ടേബിൾ. അപ്പോൾ ആദ്യത്തെ ടേബിൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്, വളരെ സിമ്പിളാണ്. അപ്പോൾ ആ ടേബിൾ ഫസ്റ്റ് കൺസ്ട്രക്റ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് ഓരോന്നും നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമ്മൾ കാൽക്കുലേഷൻ ചെയ്യണം. ഓക്കെ. സോ ഞാനിവിടെ ആ ടേബിൾ ഇവിടെ എടുത്തിട്ടുണ്ട്. അതായത് ഫസ്റ്റ് ഞാൻ ഇനീഷ്യൽ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ, അതായത് IBFS എന്ന് പറയുന്നതാണ്. ഇതിൽ നമുക്ക് എത്ര ഇക്വേഷൻസ് ആണ് വരുന്നത്? ടോട്ടലി ഇപ്പം നമ്മുടെ കയ്യിൽ ഇക്വേഷൻസ് ആണ് ഇരിക്കുന്നത്. ഈക്വൽ ടു വന്നു കഴിഞ്ഞാൽ അത് ഇക്വേഷൻ, ലെസ് ദാൻ ഈക്വൽ ടു ഇല്ല എങ്കിൽ ലെസ് ദാനോ ഗ്രേറ്റർ ദാനോ വന്നാൽ അത് എന്താണ്? ഇറ്റ് ഈസ് ആൻ ഇൻഇക്വാലിറ്റി. അപ്പോൾ നമ്മുടെ ഇക്വാലിറ്റിയിൽ വന്നതുകൊണ്ട് ഇക്വേഷനാണ്. ഈ ഇക്വേഷന് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിൽ നിന്ന് എത്ര ഇക്വേഷൻസ് ഉണ്ട് നമ്മുടെ കയ്യിൽ? 1, 2, 3 ഇക്വേഷൻസ്. ഹൗ മെനി നമ്പർ ഓഫ് വേരിയബിൾസ്? 1, 2, 3, 4, 5, 6 വേരിയബിൾസ്. സോ നമുക്ക് കാൽക്കുലേഷനിലോട്ട് പോവാം. അതായത് ഇവിടെ നമുക്ക് m ഈക്വൽ ടു നമ്പർ ഓഫ് ഇക്വേഷൻസ്
x3 n ഈക്വൽ ടു നമ്പർ ഓഫ് വേരിയബിൾസ് എത്രയാണ് 6 ആണ്. ഏതൊക്കെയാണ്? അതായത് x1 x2 x3 x4 x5 x6. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിൽ നിന്ന് കുറേ വേരിയബിൾസിനെ നമ്മൾ സീറോയ്ക്ക് ഇക്വേറ്റ് ചെയ്യണം. അപ്പോൾ അതെങ്ങനെ പറ്റും? n മൈനസ് എം വേരിയബിൾസ്, അതായത് 6 മൈനസ് 3 ഈക്വൽ ടു 3 വേരിയബിൾസിനെ നമ്മൾ സീറോയ്ക്ക് ഇക്വേറ്റ് ചെയ്യണം. അപ്പോൾ ഇതിൽ നമ്മുടെ ഈ വേരിയബിൾസ് ഉണ്ടല്ലോ, ഈ ടേബിളിനകത്ത് നമ്മൾ കൊണ്ടുവരുമ്പോൾ ഇതിനകത്ത് നമ്മളിപ്പോൾ കൊടുത്ത സ്ലാക്ക് വേരിയബിൾസ്, നമ്മൾ ആഡ് ചെയ്ത വേരിയബിൾസ് എല്ലാം ബേസിക് വേരിയബിൾസ് ആണ്. നമ്മൾ ആഡ് ചെയ്ത വേരിയബിൾസ് ഏതൊക്കെയാണ്? x4 x5 x6 are the basic variables, and the non-basic variables ഏതൊക്കെയാണ് എന്ന് ചോദിച്ചാൽ അവർ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരുന്നതെല്ലാം നോൺ-ബേസിക് വേരിയബിൾസ് ആണ്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിൽ നിന്ന് നമ്മൾ നോൺ ബേസിക് വേരിയബിൾസിനെ സീറോയ്ക്ക് ഇക്വേറ്റ് ചെയ്യുന്നു. അതായത് ചുരുക്കം പറഞ്ഞാൽ നമ്മൾ അവർ തന്നിരിക്കുന്ന വേരിയബിൾസിനെ മാറ്റിയിട്ട് നമ്മൾ കൊടുത്ത വേരിയബിൾസിനെയാണ് ആദ്യം ടേബിളിനകത്ത് നമ്മൾ കൊണ്ടുവരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? വി റിമൂവ് ദ വേരിയബിൾസ് വിച്ച് ദേ ഹാവ് ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ. ആ വേരിയബിൾസിനെ എല്ലാം മാറ്റിയിട്ട് നമ്മൾ കൊടുത്ത x4 x5 x6 എന്ന വേരിയബിൾസിനെയാണ് ഫസ്റ്റ് നമ്മൾ ടേബിളിനകത്ത് കൊണ്ടുവരുന്നത് കാൽക്കുലേഷനായിട്ട്. അതിനുശേഷം ഓരോന്നായിട്ട് റിമൂവ് ചെയ്താണ് നമ്മൾ അടുത്ത വേരിയബിൾസിനെ എൻ്റർ ചെയ്യിക്കുന്നത്. സോ ഇവിടെ നമ്മുടെ വേരിയബിൾസ് x4 x5 x6 എന്നത് ബേസിക് വേരിയബിൾസ് വിച്ച് വി ഹാവ് ഗിവൺ ദെയർ, ആൻഡ് the non-basic variables are x1 x2 x3. so we have to set the non-basic variables to 0. അതായത് നമ്മൾ ഇങ്ങനെ സെറ്റ് ചെയ്യണം. set the non-basic variables to 0. what are the variables? x1 x2 x3. set x1 equal to 0, x2 equal to 0, x3 equal to 0 in this equation. അതായത് ഏത് ഇക്വേഷൻ? ഈ ഇക്വേഷനിൽ x1 0 x2 0 x3 0 കൊടുക്കുമ്പോൾ എന്തായിരിക്കും വരുന്നത്? x4 ഈക്വൽ ടു 7. അടുത്തത് x1 x2 x3, അടുത്തത് നമ്മൾ 0 കൊടുക്കുമ്പോൾ എന്തായിരിക്കും വരുന്നത്? x5 ഈക്വൽ ടു 12 ആയിരിക്കും വരുന്നത്. സോ യു വിൽ ഗെറ്റ് x1 ഈക്വൽ ടു x2 ഈക്വൽ ടു x3 ഈക്വൽ ടു 0 കൊടുക്കുമ്പോൾ ഫസ്റ്റ് ഇക്വേഷനിൽ നിന്ന് x4 ഈക്വൽ ടു 7 കിട്ടും, സെക്കൻഡ് ഇക്വേഷനിൽ നിന്ന് x5 ഈക്വൽ ടു 12 കിട്ടും, തേർഡ് ഇക്വേഷനിൽ നിന്ന് x6 ഈക്വൽ ടു 10 എന്ന 3 വാല്യൂസ് നമുക്കിപ്പോൾ കിട്ടുന്നുണ്ട്. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇനി ടേബിൾ ചെയ്യാൻ പോകുന്നത്. ശ്രദ്ധിക്കുക, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു പ്രോബ്ലമാണ്. സോ ഇതിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ടേബിൾ കൺസ്ട്രക്ട് ചെയ്യാൻ ഞാനിങ്ങനെ ടേബിളിൻ്റെ കോളംസ് ഒക്കെ ഞാനിങ്ങനെ എടുത്തിട്ടുണ്ട്. എങ്ങനെ ചെയ്യണം എന്നുള്ളത് ഈ ടേബിൾ ഇതുപോലെ നിങ്ങൾ ഈ ഓർഡർ ഇങ്ങനെ പഠിച്ചു വയ്ക്കുക. അതായത് ഫസ്റ്റ് ഞാനിവിടെ എടുക്കുന്ന കോളം എന്ന് പറയുന്നത് XB എന്ന കോളമാണ്. XBയിൽ ഞാനിവിടെ എന്താ എടുത്തിരിക്കുന്നത്? x4 ഈക്വൽ ടു, നമ്മൾ എടുത്തിരിക്കുന്നത് x4 ഈക്വൽ ടു വാല്യൂ എന്താണ്? x4 x5 x6 ആണ്. ഇനി ഇതിൻ്റെ വാല്യൂസ് എല്ലാം നമുക്ക് കൊടുക്കാം. x4 ഈക്വൽ ടു 7, x5 is equal to 12 and x6 equal to 10 എന്ന് നമുക്കിവിടെ ഉണ്ട്. ഇനി നമുക്ക് ഇവിടെ y1 y2 y3 y4 y5 y6 എന്ന് എടുത്തിട്ടുണ്ട്. നമുക്ക് ടോട്ടലി എത്ര വേരിയബിൾസ് ആണ്? x1 x2 x3 x4 x5 x6 ആണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ കോഎഫിഷ്യൻസ് നമ്മൾ എന്താണെന്നുള്ളത് നോക്കണം. ശരി, ഇനി ഇവിടെ വരുമ്പോൾ നമ്മൾ എന്താ കൊടുത്തിരിക്കുന്നത്? ഇനി ഒരു കാര്യമുണ്ട്. ഞാനിവിടെ 3 വേരിയബിൾസ് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. x4 ഒരെണ്ണം, x5 ഒരെണ്ണം, x6 ഒരെണ്ണം നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. എന്നാൽ നമ്മൾ അങ്ങനെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ മാറണ്ടേ? ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇതാണല്ലോ. ഈ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിൽ എന്തെങ്കിലും മാറ്റം വരാമോ? പാടില്ല. കാരണം നമ്മൾ എന്തൊക്കെ ചേഞ്ചസ് കൊടുക്കുന്നു അത് നമ്മളായിട്ട് കൊടുക്കുന്ന കാൽക്കുലേഷൻസ് ആണ്. അതിലൊന്നും ഒരു ചേഞ്ചസും വരാൻ പാടില്ല. അപ്പോൾ ആൻസറിനെ അഫക്റ്റ് ചെയ്യാൻ പാടില്ല. ആൻസർ അഫക്റ്റ് ചെയ്യാതിരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ x1ഉം x2ഉം x3ക്കും കോഎഫിഷ്യൻ്റ് ഉണ്ട്. x1ൻ്റെ കോഎഫിഷ്യൻ്റ് എന്താ? -1, x2ൻ്റെ കോഎഫിഷ്യൻ്റ് 3, x3ക്ക് കോഎഫിഷ്യൻ്റ് -2. പക്ഷേ x4 x5 x6ൻ്റെ കാര്യം നമ്മൾ പറഞ്ഞില്ലല്ലോ. അപ്പോൾ നമ്മൾ 3 വേരിയബിൾസ് ആണ് ആഡ് ചെയ്തതെങ്കിൽ ഇവിടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനെ ഒരിക്കലും അഫക്റ്റ് ചെയ്യാൻ പാടില്ല. കാരണം ഇതാണ് ഫൈനൽ സൊല്യൂഷൻ എടുക്കുന്ന ഇക്വേഷൻ.
അപ്പോൾ അതിനായിട്ട് അതിൽ ചേഞ്ചസ് വരാതിരിക്കണമെങ്കിൽ നമ്മൾ നമ്മുടെ സ്ലാക്ക് വേരിയബിളിൻ്റെ കോയഫിഷ്യൻസ് എല്ലാം 0 എന്നിട്ട് കൊടുക്കുക. 0x4 പ്ലസ് 0x5 പ്ലസ് 0x6 എന്നിട്ട് കൊടുക്കുക. ഇങ്ങനെ നമ്മൾ കൊടുക്കുന്നത് കാരണം ഈ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ മാറാൻ സാധ്യതയുണ്ടോ? ഇല്ല, കാരണം മാറില്ല. നമുക്ക് x4 x5 x6 എന്ന് ഇനി ഇതുപോലെ എത്ര എണ്ണം നമ്മൾ ആഡ് ചെയ്താലും ശരി നമുക്ക് ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിലെ ആൻസറിന് ഒരു മാറ്റവും വരില്ല എന്നുള്ളതാണ്. നൗ കമ്മിങ് ടു ദ നെക്സ്റ്റ് പോയിന്റ്. ഇവിടെ നമ്മുടെ ടേബിളിൽ നമ്മളിപ്പോൾ എടുത്ത കോയഫിഷ്യൻസ് ഏതൊക്കെയാണ്? അതായത് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്താണ്? -x1 പ്ലസ് 3x2 മൈനസ് 2x2 പ്ലസ് 0x4 പ്ലസ് 0x5 പ്ലസ് 0x6. ഇതിലെ കോയഫിഷ്യൻസ് എല്ലാം ഇവിടെ എഴുതുക. -1 3 -2 0 0 0. ഇനി അതേ വേരിയബിൾസ് ഇവിടെ നമ്മൾ ഇതിൽ നിന്ന് സെലക്ട് ചെയ്തിട്ടുള്ള വേരിയബിൾസ് ഏതൊക്കെയാണ്? x4 x5 x6. അപ്പോൾ ഇതിൻ്റെ കോയഫിഷ്യൻസ് ഇവിടെ നോക്കി എഴുതുക. ഇത് എന്തൊക്കെയാണ്? x4 x5. x4ൻ്റെ കോയഫിഷ്യൻസ് 0, x5 കോയഫിഷ്യൻസ് 0, x6 കോയഫിഷ്യൻസ് 0. ഇനി നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിൽ കഴിഞ്ഞു. ഇനി നമ്മുടെ കൺസ്ട്രൈൻസ്, ഈ കൺസ്ട്രൈൻസിലുള്ള ഇക്വേഷൻസിലുള്ള കോയഫിഷ്യൻസ് എല്ലാം എഴുതുക. 3 -1 2 1 ഇങ്ങനെ എഴുതുക. ആ കോയഫിഷ്യൻസ് മാത്രം ഇവിടെ എടുത്തെഴുതുക. 3 -1 2 1 0 0 ഇങ്ങനെ എഴുതുക. അടുത്ത കോയഫിഷ്യൻ്റ് എന്താ? -2 4 0 0 1 0. നെക്സ്റ്റ് കോയഫിഷ്യൻ്റ് എന്താണ്? -4 3 8 0 0 1 എന്ന് എഴുതുക. ഇനി ഫസ്റ്റ് ടേബിൾ നമുക്ക് വലിയ പാടുള്ളതല്ല, ഏറ്റവും എളുപ്പമുള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് കോയഫിഷ്യൻറ്റിൽ ഇതിനകത്ത് നമ്മളിവിടെ ചെയ്യേണ്ടത് ഈ വാല്യൂ, അതായത് ഇനി നമ്മൾ ഈ 0 കൊണ്ട് ഈ റോയിലുള്ള എല്ലാ വാല്യൂസിനെയും നമ്മളിങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് കോളം ZJ എന്ന് പറയുമ്പോൾ ഈ ഫസ്റ്റ് കോളം മുഴുവനും സം ചെയ്ത് എഴുതേണ്ടതാണ്. 0 ഇൻറ്റു ഓൾ ദീസ് വാല്യൂസ്, ദിസ് കോയഫിഷ്യൻ്റ് ഇൻറ്റു ഓൾ ദീസ് വാല്യൂസ്, 0 ഇൻറ്റു എഗെയിൻ ഓൾ ദീസ് വാല്യൂസ് എന്ന് കൊടുക്കുക. അപ്പോൾ നമ്മൾ അങ്ങനെ കൊടുക്കാൻ നേരത്ത് ഇവിടെ ഫസ്റ്റ് കോളം എന്തായിരിക്കും വരിക? 0 ഇൻറ്റു 3, 0 ഇൻറ്റു -2, 0 ഇൻറ്റു -4 എന്നായിരിക്കും വരുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആൻസർ എന്തായിരിക്കും? what you will get here answer? all the answers will be 0. കാരണം നമുക്ക് പ്രത്യേകിച്ച് ആൻസർ ഒന്നുമില്ല, കോയഫിഷ്യൻറ്റ് വരുമ്പോഴല്ലേ നമുക്ക് ആൻസർ വരത്തുള്ളൂ. ഇവിടെ എല്ലാം 0 ആയത് കാരണം ഫസ്റ്റ് എൻട്രി ഇവിടെ എന്താണ്? 0. ഇനി ഇവിടെ നോക്കുമ്പോൾ 0 ഇൻറ്റു -1 0 ഇൻറ്റു 4 0 ഇൻറ്റു 3 0, 0 ഇൻറ്റു 2 0 ഇൻറ്റു 0 0 ഇൻറ്റു 8 it is 0 again 0 0 0. now this is taken as CJ column എന്നെടുക്കുക. ZJ minus CJ, അപ്പോൾ 0 minus of -1 എന്നെടുക്കുക. 0 minus of -1 എന്താണ്? +1, 0 -3 -3, 0 minus of -2 +2, 0 minus 0 0, 0 minus 0 0, 0 minus 0 0. ഇനി ഇതിൽ ഒന്നിൽ കൂടുതൽ നെഗറ്റീവ് ഉണ്ടെന്ന് കൂട്ടിക്കോ. ഇങ്ങനെ -1 -3 -2 എന്നാണ് വരുന്നതെങ്കിൽ, സപ്പോസ് ഇങ്ങനെയാണെങ്കിൽ ഇതിലെ മോസ്റ്റ് നെഗറ്റീവ് എന്ന് പറയുന്നത് ഏതാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്? മോസ്റ്റ് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ -3 ആണ്. റിമെമ്പർ ഇവിടെ നമുക്ക് ഒരെണ്ണം മാത്രമേ വരുന്നുള്ളൂ, പക്ഷെ ഒന്നിൽ കൂടുതൽ വന്നാൽ മോസ്റ്റ് നെഗറ്റീവ് എന്നുള്ളത് നോക്കി വേണം നിങ്ങൾ സെലക്ട് ചെയ്യാൻ. അപ്പോൾ ഞാനിവിടെ മാർക്ക് ചെയ്യാം, ഒരു ആരോ മാർക്ക് ഞാനിവിടെ കൊടുക്കുവാണ്. ദിസ് ഈസ് നോൺ ആസ് ദ മോസ്റ്റ് നെഗറ്റീവ്. അപ്പോൾ ഇനി ഇതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റുന്നത്? ഇതാണ് നമ്മുടെ ആൻസർ സൊല്യൂഷൻ വരുന്ന കോളം. അപ്പോൾ ഈ കോളത്തിനകത്തുനിന്ന് ഒരാളെ നമ്മളിപ്പോൾ എടുത്ത് മാറ്റാൻ പോവുകയാണ്. ഒരാളെ നമ്മൾ റിമൂവ് ചെയ്യാൻ പോകണം. x4 x5 x6ൽ നിന്ന് ഒരാളെ നമ്മൾ റിമൂവ് ചെയ്യുമ്പോൾ മറ്റൊരാൾ പകരം അതിനകത്ത് വരണം, ആ പ്ലേസിൽ മറ്റൊരാൾ വരണം. അപ്പോൾ ആരാണ് വരാൻ പോകുന്നത് എന്നുള്ളത് നമുക്കിപ്പോൾ കിട്ടിക്കഴിഞ്ഞു. ഇതിൽ നോക്കുമ്പോൾ ഏതാണ്? -3 ഈസ് ദ മോസ്റ്റ് നെഗറ്റീവ് ആണല്ലോ. അപ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് കോളം ഏതാണ്? അതിൻ്റെ കറസ്പോണ്ടിങ് കോളം ഏതാണ്? y2. കറസ്പോണ്ടിങ് കോളം എന്ന് പറയുന്നത് y2 ആണ്. y2. സോ അങ്ങനെയാണെങ്കിൽ ദാറ്റ് മീൻസ് x2
enters the basis. ഇതാണ് ബേസിസ് എന്ന് പറയുന്നത്. ഈ ബേസിസിൽ x2 enters the basis. ആരാണ് വരാൻ പോകുന്നത് ഇവിടെ? x2 ആണ് ഇതിൽ വരാൻ പോകുന്നത്. പക്ഷെ ഇവർ മൂന്നിൽ ആരാണ് പുറത്തു പോകുന്നത് എന്നുള്ളത് നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ല. നമ്മളിവിടെ നോക്കുമ്പോൾ x2 enters the basis. ആരാണ് enters the basis? ഇവിടെ x2 ആണ് വരാൻ പോകുന്നത്. ഇനി നമുക്ക് ആരാണ് പുറത്തു പോകുന്നതെന്ന് നോക്കാം. സോ വിച്ച് വൺ ലീവ്സ് ദ ബേസിസ് എന്ന് നോക്കാം. x4 ആണോ, x5 ആണോ, x6 ആണോ, ആരാണ് പുറത്തു പോകുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ആൻസറിൽ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് മിനിമം റേഷ്യോ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ എക്സ് ബി ഡിവൈഡഡ് ബൈ ദ മോസ്റ്റ് നെഗറ്റീവ് കോളം. മോസ്റ്റ് നെഗറ്റീവ് കോളം ഇവിടെ ഏതാണ്? y2. സോ എക്സ് ബി ഡിവൈഡഡ് ബൈ y2 ദാറ്റ് ഇസ് ഈക്വൽ ടു, നമുക്ക് എപ്പോഴും മിനിമം റേഷ്യോ ഷുഡ് ബി ഓൾവേസ് എന്താണ്? y2 കോളം ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം. അപ്പോൾ y2 കോളത്തിലെ കറസ്പോണ്ടിങ് കോളം നമുക്കിവിടെ ഏതാണ് വരുന്നത്? കറസ്പോണ്ടിങ് കോളം സി ഹിയർ 7/-1 എന്ന് വരുന്നുണ്ട്. അത് എടുക്കാൻ പാടില്ല. കാരണം എന്താ? നെഗറ്റീവ് വരുന്നത് കൊണ്ട് നമ്മളത് സിംപ്ലിഫൈ ചെയ്യാൻ പാടില്ല. കാരണം y2 എപ്പോഴും എന്തായിരിക്കണം? പോസിറ്റീവ് ആയിരിക്കണം. നമുക്ക് നെഗറ്റീവ് വന്നാൽ അത് എടുക്കാൻ പാടില്ല. ഇനി അടുത്ത ടേം എന്ന് പറയുന്നത് 12/4 ആണ്. അതിൻ്റെ ആൻസർ എന്താ? 3. ഇനി അടുത്ത ആൻസർ ഇവിടെ എന്താണ്? 12/4. ഈ എക്സ് ബി കോളം 7/-1, 12/4, 10/3. 10/3 എന്ന് പറയുമ്പോൾ ആൻസർ 3.33. അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? മിനിമം റേഷ്യോ. മിനിമം വാല്യൂ ഇതിൽ ആരാണ്? 3 ആണോ 3.3 ആണോ മിനിമം? 3 ആണ് മിനിമം. അപ്പോൾ അവിടെ ഒരു ആരോ മാർക്ക് ഇങ്ങനെ ഇടുക. അപ്പോൾ ഇതാണ് മിനിമം വാല്യൂ. സോ അതിൻ്റെ കറസ്പോണ്ടിങ് കോളം വെക്റ്റർ ഏതാണെന്ന് നോക്കിക്കേ. x5 ആണ് വെക്റ്റർ. സോ ഇവിടുന്ന് എന്ത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്? ഇവിടുന്ന് ഈ കോളമും ഇവിടുന്ന് ഈ റോയിലും ക്രോസ് ആവുന്ന എലമെൻറ്റ് ഏതാണ് എന്ന് നോക്കുക. അതിന് ജസ്റ്റ് സർക്കിൾ ചെയ്യാം. സി ഹിയർ നമുക്ക് ഇവിടെ വരുന്ന ടേം ഇതാണ്. സോ നമ്മൾ ഇതിനെങ്ങനെ സർക്കിൾ ചെയ്യുന്നു. ഈ ഒരു കോളത്തിൻ്റെ കറസ്പോണ്ടിങ് കോളം കറസ്പോണ്ടിങ് റോയിൽ വരുന്ന വാല്യൂസിൽ നോക്കുമ്പോൾ ഇതാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയും ചെയ്യാം. ജസ്റ്റ് യു ക്യാൻ സർക്കിൾ ദിസ് വാല്യൂ ലൈക്ക് ദിസ്. സി ഹിയർ ഇങ്ങനെ വരുമ്പോൾ ഇതിലെ കറസ്പോണ്ടിങ് ആരാണ് enters the basis? y2 enters the basis and x5 leaves the basis. So therefore ഇവിടുന്ന് എന്ത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്? x5 leaves the basis. ഇങ്ങനെ നമ്മൾ ഈ പ്രോസസ്സ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. leaves the basis എന്ന്. അപ്പോൾ ഒരു ഡൗട്ട് വരുന്നില്ലേ? എപ്പോഴാണ് ഈ കാൽക്കുലേഷൻ സ്റ്റോപ്പ് ചെയ്യുന്നത്? ZJ എന്ന് പറയുന്നത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ZJ - CJ ഇവിടെ നമുക്ക് <0 വരുന്നുണ്ട്. എപ്പോൾ നമ്മൾ സ്റ്റോപ്പ് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ZJ - CJ എപ്പോൾ >0 വരുന്നോ അവിടെ നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യാം. all ZJ - CJ should be >0 എന്ന കണ്ടീഷൻ എപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ ആ സമയത്ത് നിങ്ങൾക്ക് കാൽക്കുലേഷൻ സ്റ്റോപ്പ് ചെയ്യാം. ചിലപ്പോൾ 2 ടേബിൾ പോവും, ചിലപ്പോൾ 3 ടേബിൾ പോവും, ചിലപ്പോൾ 4 5 ടേബിൾ വരെ പോവും. അത് നിങ്ങൾ ചെയ്യുന്നത് പോലെ ഇരിക്കും. അതായത് നമ്മുടെ ആ പ്രോബ്ലത്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നമ്മൾ ചെയ്യുന്നതല്ല, പ്രോബ്ലത്തിൻ്റെ നേച്ചർ അനുസരിച്ചായിരിക്കും വരുന്നത്. സോ ഇവിടെ നമ്മൾ ഇപ്പോൾ ഫസ്റ്റ് ടേബിൾ ഞാൻ ഇത്രയും പറഞ്ഞു. ഇതിൽ വലിയ കാൽക്കുലേഷനൊന്നുമില്ല, ബട്ട് ഇറ്റ് ഈസ് വെരി easier. First table is very easy to construct. Now coming to the second table. ഇനി നമ്മുടെ സെക്കൻഡ് ടേബിൾ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൽ ആരെയാണ് നമ്മളിപ്പോൾ റൗണ്ട് ചെയ്തിരിക്കുന്നത്? 4 എന്ന എലമെൻറ്റ്. അപ്പോൾ 4 is the pivot element. 4 is the pivot element. എപ്പോഴും pivot element വേറെ നമ്പേഴ്സ് ആവാൻ പാടില്ല. ഓൾവേസ് pivot element has to be 1 ആയിരിക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് റോയെ R1 എന്നെടുക്കാം, സെക്കൻഡ് റോ R2, തേർഡ് റോ R3 എന്നെടുക്കാം. അപ്പോൾ R2ലെ പിവോട്ട് എലമെൻറ്റ് 1 ആവണമെങ്കിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? R2നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? R2നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അത് 1 ആവും അല്ലേ? അപ്പോൾ അതാണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്ന കാൽക്കുലേഷൻ. സീ ഹിയർ ദ നെക്സ്റ്റ് കാൽക്കുലേഷൻ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അതനുസരിച്ച് അടുത്ത ടേബിൾ നമ്മൾ ഫോം ചെയ്യണം. അതാണ് ഇനി അടുത്ത ടേബിളിൻ്റെ
എക്സിൻ്റെ കാൽക്കുലേഷൻ. അപ്പോൾ അടുത്ത ടേബിൾ ഞാനിവിടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. CB, XB, Y1, Y2, Y3, Y4. അപ്പോൾ അതിൻ്റെ കോയഫിഷ്യൻസ് ഇത് മാറ്റമില്ല കേട്ടോ. ഇത് അതേപോലെ തന്നെ അങ്ങോട്ട് എഴുതുക. -1, 3, -2, 0, 0. ഇനി നമ്മൾ എടുത്തിരിക്കുന്ന കോയഫിഷ്യൻ വേരിയബിൾസ് ഏതൊക്കെയാണ്? X4 എടുത്തു, X5 പോയി, ആര് വന്നു? X2 ഇവിടെ വന്നു, X6 വന്നു. ഇനി നമ്മൾ X4ൻ്റെ കോയഫിഷ്യൻ്റ് എന്താണ്? ഇവിടുന്ന് നോക്കുമ്പോൾ തന്നെ കോയഫിഷ്യൻ്റ് എന്താ? 0. X2ൻ്റെ കോയഫിഷ്യൻ്റ് എന്താണ്? 3. ആൻഡ് ഇവിടെ X6ൻ്റെ കോയഫിഷ്യൻ്റ് എന്താണ്? 0. അപ്പോൾ കോയഫിഷ്യൻ്റ് പിന്നെ ഇനി അങ്ങോട്ട് ഇത് മാറും. ഇനി നമ്മൾ ചെയ്യേണ്ടത് R2നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? R2നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നമ്മുടെ കാൽക്കുലേഷൻ നമുക്ക് ചെയ്യാം. ഫസ്റ്റ് കാൽക്കുലേഷൻ R2നെ നമ്മൾ എന്താണ്? R2 ഡിവൈഡഡ് ബൈ 4 എന്ന് നമ്മൾ എഴുതുവാണ്. R2 നമുക്ക് വാല്യൂ എന്തൊക്കെയാണെന്ന് നമുക്ക് ഫസ്റ്റ് നോക്കാം. സി ഹിയർ 12 -2 ഇതും കൂടി ചേർത്തെടുക്കണം. XB കോളവും കൂടെ ചേർത്തെടുക്കണം. 12 -2 4 0 0 1 0 എന്ന് നമുക്ക് എടുക്കാം. ഞാൻ വാല്യൂസ് ഞാൻ ഇപ്പുറത്ത് എഴുതാം. ഏതൊക്കെയാണ് നോക്കിയേ? 12 എടുത്തു, ദെൻ അത് സെപ്പറേറ്റ് ചെയ്ത് വെക്കുവാണ്. -2 പിന്നെ വരുന്നത് ഏതാണ്? 4. അടുത്ത വാല്യൂ 0 0 1 0 ഇങ്ങനെ വരുന്നുണ്ട്. ഇനി ഇതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തേ. അപ്പോൾ എന്തായിരിക്കും വരുന്നത്? 12 ഡിവൈഡഡ് ബൈ 4 എന്ന് പറയുമ്പോൾ എത്രയാണ് വരുന്നത്? ഇവിടെ 12 ആണല്ലോ. അപ്പോൾ 12 ഡിവൈഡഡ് ബൈ 4 ഈ കോളം കൂടെ ചേർത്താണ് ചെയ്യേണ്ടത് കാൽക്കുലേഷൻ. 12 ഡിവൈഡഡ് ബൈ 4 എന്ന് പറയുമ്പോൾ ആൻസർ 3. -2 ഡിവൈഡഡ് ബൈ 4 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും വരുന്നത്? -1/2. ദെൻ 1 0 0 1/4 0 ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പിവോട്ട് എൻട്രി എന്താണ്? 1. അപ്പോൾ പിവോട്ട് എൻട്രി 1 ആണെങ്കിൽ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇനിയാണ് അടുത്ത കാര്യം ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ നമ്മൾ ഈ കോളത്തിനകത്ത് വരുന്ന വേരിയബിൾസ്, ഈ ബേസിസ്, ഇതാണ് ബേസിസ് കോളം എന്ന് പറയുന്നത് കേട്ടോ. ഈ ബേസിസ് കോളത്തിൽ വരുന്ന വേരിയബിൾസ് ഏതൊക്കെയാണ്? X4, X5, X6 ആണ്. X4, X5, X6 ആണെങ്കിൽ ഇവിടെ നമ്മൾ ഇതിൻ്റെ കറസ്പോണ്ടിങ് കോയഫിഷ്യൻസ് നോക്കിക്കേ. X4 1, X5 0, X6 0. ഇവിടെ X5 വരുമ്പോൾ X5ൻ്റെ പ്ലേസ് 1, റിമൈനിങ് X4ഉം X6ഉം 0. X6 വരുമ്പോൾ 0 0 1. അതായത് ഇത് ഒരു മെട്രിക്സിൻ്റെ ഐഡൻറ്റിറ്റി ഫോമിലാണ് വരുന്നത് അല്ലേ. അപ്പോൾ ബേസിസ് കോളത്തിനകത്ത് വരുന്ന വേരിയബിൾ X4, X5, X6 ആണെങ്കിൽ അതിൻ്റെ വേരിയബിൾസിൻ്റെ ഫോർമാറ്റ് എങ്ങനെയാണ്? 1 0 0 0 1 0 0 0 1. ഈ ഒരു ഫോർമാറ്റിൽ നമുക്കിവിടെ വരുന്നുണ്ട്. അതേപോലെ അടുത്തതിലും ആക്കണം. ഇപ്പം നമുക്കിവിടെ വരുന്നത് ഏതൊക്കെയാണ്? വേരിയബിൾസ് X4ഉം X2ഉം X6ഉം വരുന്നുണ്ട്. അപ്പോൾ X4ൻ്റെ അവിടെ 1 0 0 0 1 0 0 0 1 ഇങ്ങനെ ആയിരിക്കണം വരേണ്ടത്. അപ്പോൾ എനിക്കിവിടെ X2ൻ്റെ അവിടെ എന്തായിരിക്കണം വരേണ്ടത്? നമുക്ക് ഈ ഒരു ഫോർമാറ്റ്, ഈ കോളത്തിൻ്റെ അവിടെയാണ് 1 വരേണ്ടത്. അപ്പോൾ നമ്മുടെ കോളം അനുസരിച്ച് X4ൻ്റെ കോളം നമുക്ക് നോക്കാം. ആ ഫോർമാറ്റിൽ നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ X2ൻ്റെ പ്ലേസ് എന്താണ്? ഈ പിവോട്ട് എലമെൻറ്റിൻ്റെ എൻട്രിയാണ് X2ൻ്റെ പ്ലേസ്. അത് 1 ആക്കിയാൽ അതിൻ്റെ താഴെ ഈ ഒരു ഫോർമാറ്റ് നമുക്ക് കിട്ടുന്നത് അവസാനമായിരിക്കും. ഇപ്പോഴല്ല, ഈ 1ഉം ഇതിന് മുകളിലുള്ളതും 0 ആയിരിക്കണം, താഴെയുള്ളതും എന്താക്കണം? നമ്മൾ 0 ആക്കണം. എങ്കിൽ മാത്രമേ ഈ ഒരു ഫോർമാറ്റിൽ നമുക്ക്, അതായത് ഈ ഫോർമാറ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. ഈ ഫോർമാറ്റ് കിട്ടണമെങ്കിൽ ഇത് 1 ആക്കണം, അതിൻ്റെ മുകളിൽ 0 ആക്കണം, താഴെയും 0 ആക്കണം. അതിനായിട്ട് ഫസ്റ്റ് നമുക്ക് വിത്ത് റെസ്പെക്ട് ടു R2 നമുക്ക് കാൽക്കുലേഷൻ കൊടുക്കാം. നമുക്ക് 0 ആക്കാൻ എന്തൊക്കെയാണ് കാൽക്കുലേഷൻസ്? നമുക്കറിയാമല്ലോ, റോ എക്കലോൺ ഫോം മെത്തേഡ് അനുസരിച്ച് നമ്മൾ കാൽക്കുലേഷൻ ചെയ്യുന്നത് പോലെ ഇവിടെയും ചെയ്യാം. ഇവിടെ നോക്കിക്കേ, നമുക്ക് R1ൽ ഇവിടെ 0 ആക്കണമെങ്കിൽ എന്താണ് കാൽക്കുലേഷൻ? നമ്മളിവിടെ 4 ആണ്, ഇവിടെ -1 ആണ്. അപ്പോൾ അവിടെ ഒരു 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്താൽ സംഗതി ക്ലിയർ ആവുമല്ലോ അല്ലേ? അപ്പം നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? നമ്മൾ ഇതിനകത്ത് ചെയ്യേണ്ട കാൽക്കുലേഷൻസ്, ഫസ്റ്റ് ഓഫ് ഓൾ R1 ഇസ് റീപ്ലേസ്ഡ് വിത്ത് R1 + R2 നമുക്ക് കൊടുക്കാമല്ലോ. അങ്ങനെയും ചെയ്യാം, അല്ലെങ്കിൽ ഒരു 4 കൊണ്ട് മൾട്ടിപ്ലൈയും ചെയ്യാം. ഏത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. ദാണ്ട് ഞാനിവിടെ R2ൻ്റെ കാൽക്കുലേഷൻസ് ഞാനിവിടെ എടുത്തിട്ടുണ്ടല്ലോ. ഈ R2ൻ്റെ കാൽക്കുലേഷൻസ് വെച്ചിട്ട് നമുക്ക് അവിടെ R1ലെ കാൽക്കുലേഷൻസ് കൊടുക്കാം. അപ്പോൾ R1 + R2 എന്ന് നമുക്കിവിടെ കൊടുക്കാം. ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ R2ൻ്റെ കാൽക്കുലേഷൻ എന്താണ്? 3
ഇവിടെ -1/2 1 0 0 1/4 0 ഇതാണ് R2. ഇനി നമുക്ക് ആ ഒരു കാൽക്കുലേഷൻ R1ൻ്റെ കാൽക്കുലേഷനും കൂടി എഴുതാം. R1 എന്താണ് നമ്മുടെ ആൻസർ? R1 see here R1ലെ കാൽക്കുലേഷൻ എന്താണ്? നമുക്ക് വരുന്ന ആൻസർ -7 3 -1 2 1 0 0. ഇനി R2 നമുക്ക് എന്താണ്? R2 ദാ ഇവിടെ നമ്മൾ ഇതാണല്ലോ R2 ഈ R2 എടുക്കാം. അതാകുമ്പോൾ കുറച്ചുകൂടെ എളുപ്പമല്ലേ. 3 7 ഇവിടെ 3 -1/2 1 0 0 1/4 0. ഇനി നമുക്ക് ആഡ് ചെയ്താലോ? ഓൺ ആഡിങ് നമുക്ക് എന്ത് കിട്ടും? നമുക്ക് 10 ഇവിടെ 3 -1/2 ഇറ്റ് ഈസ് ഈക്വൽ ടു 6 -1 5/2 0 2 1 1/4 0. ഇനി ഇതെടുത്ത് നമ്മൾ എവിടെ എൻ്റർ ചെയ്യണം? മുകളിലത്തെ കാൽക്കുലേഷൻ ടേബിളിലെ ഫസ്റ്റ് കോളത്തിൽ എൻ്റർ ചെയ്യുക. അപ്പോൾ നമ്മളിവിടെ എൻ്റർ ചെയ്യുമ്പോൾ എന്തായിരിക്കും വരുന്നത്? ഫസ്റ്റ് ആൻസർ 10ൻ്റെ ആൻസർ ഇവിടെ എൻ്റർ ചെയ്യുക. അതാണ് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. 10 ഇവിടെ എൻ്റർ ചെയ്യുക. 5/2 ഫസ്റ്റ് വാല്യൂ 0 2 1 1/4 0 എന്ന് എഴുതുക. അതിനുശേഷം നമുക്ക് ഇനി അടുത്ത കാൽക്കുലേഷൻ. അപ്പോൾ നമ്മൾ ഇത് R1ൻ്റെ കാൽക്കുലേഷനാണ്. R1 ഈസ് റീപ്ലേസ്ഡ് വിത്ത് R1 പ്ലസ് വേണമെങ്കിൽ ഇതെന്താ R2 ഡാഷ് എന്ന് വെച്ചാലോ R2 ഡാഷ് എന്നോ എന്ത് വേണമെങ്കിലും വയ്ക്കാം. R2 ഡാഷ് എന്നോ എങ്ങനെ വേണമെങ്കിലും വയ്ക്കാം. ഇത് R2 ഡാഷ് എന്ന് വെക്കാം. അപ്പോൾ R2 ഡാഷ് എന്ന് വെക്കാം. R1 ഇസ് റീപ്ലേസ്ഡ് വിത്ത് R1 പ്ലസ് R1 ഡാഷ് R2 ഡാഷ് എന്ന് വെക്കാം. ആഡ് ചെയ്യുമ്പോൾ ഈ ഒരു ആൻസറാണ് നമുക്ക് വരുന്നത്. ഇനി നമുക്ക് R3യുടെ കാൽക്കുലേഷൻ നമുക്ക് നോക്കാം. R3യുടെ പ്ലേസിൽ 0 കൊണ്ടുവരണം. R3യുടെ പ്ലേസിൽ ഇവിടെ എന്താണ്? 3 ആണ് വരുന്നത്. സോ നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേഷൻ കൊടുക്കേണ്ടത്? സോ R3 ഇസ് റീപ്ലേസ്ഡ് വിത്ത് R3 പ്ലസ് R3 is replaced with R3 plus അല്ലല്ലോ -3 into R2 എന്ന് ഇട്ട് കൊടുക്കുക. സോ R3 -3 into R2 ഡാഷ് എന്ന് ഇട്ട് കൊടുക്കാം. സോ 3 ടൈംസ് R2 ഡാഷ് എന്ന് ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ R2 എന്നോ ഏത് കാൽക്കുലേഷൻ വേണമെങ്കിലും നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് R3 ഇസ് റീപ്ലേസ്ഡ് വിത്ത് R3 -3 R2 ഡാഷ് എന്നാണ്. വിത്ത് റെസ്പെക്റ്റ് ഈ റോയ്ക്കാണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതാണ് പിവോട്ട് എൻട്രിയുടെ എലമെൻറ്റ്. അത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ കറസ്പോണ്ടിങ് 1 ആയതുകൊണ്ട് ഇവിടെ ഒരു 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ആൻസർ 0 വരും. R3 എന്താണ്? 10 -4 3 8 0 0 1. അപ്പോൾ 3 into R2 ഡാഷ് എന്ന് എഴുതുവാണ്. അപ്പോൾ 3 into 3 9 -3/2 3 ഇവിടെ 0 0 3/4 0 വരുന്നുണ്ട്. ഇനി സബ്ട്രാക്ട് ചെയ്യണം. നമുക്ക് സബ്ട്രാക്ട് ചെയ്യാനുണ്ട്. നെഗറ്റീവ് സിമ്പിൾ ഇടുക. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന ആൻസർ എന്താണ്? 1. അപ്പോൾ 1 എന്നുള്ള ആൻസർ ഈ ബേസിസ് കോളത്തിൽ എൻ്റർ ചെയ്യുക. സോ 1 -5/2 പിന്നെ ഇവിടെ 0. അടുത്ത ആൻസർ എന്താണ്? 0 and 8 0 8 0 -3/4 1 എന്ന ആൻസർ ഇവിടെ വരുന്നുണ്ട്. ഇനി നമുക്ക് ZJ വാല്യൂ നോക്കാം. ZJ ആകുമ്പോൾ 0 into -5/2 3 into -3/2. അതായത് ഈ കോളം വിത്ത് റെസ്പെക്ട് ടു ഈച്ച് കറസ്പോണ്ടിങ് കോളമാണ് നമ്മളിവിടെ ചെയ്യേണ്ടത്. സി ഹിയർ ഓൺ ഡൂയിങ് ദിസ് കാൽക്കുലേഷൻ നമുക്കിവിടെ വരുന്ന ആൻസർ ZJക്ക് ഇവിടെ വരുന്നത് -3/2 ആണ് നമ്മുടെ ആൻസർ ഇവിടെ വരുന്നത്. -3/2 ZJ -3/2 3 0 0 3 into 1/4 3/4 0. ഇനി ZJ minus CJ. ZJ minus CJ എന്താണ്? ZJ minus CJ ആൻസർ. What is ZJ minus CJ? -3/2 -3/2 minus of -1 -3/2 plus 1 equal to -1/2. 3 minus 3 0 0 minus 2 is plus 2 0 3/4
0. അപ്പം നെഗറ്റീവ് വരുന്നത് ഒരേ ഒരു കോളം മാത്രമാണ്. സോ ദിസ് ഇസ് ദ ആ ഒരെണ്ണം മാത്രമേ ഉള്ളൂ, നമുക്കത് മാത്രമേ ഉള്ളൂ ഓപ്ഷൻ. അപ്പോൾ അത് തന്നെ എടുക്കണം. സോ നമ്മുടെ മോസ്റ്റ് നെഗറ്റീവ് എന്ന് പറയുന്നത് -1/2. അതായത് ആരാണ് എൻറ്റേഴ്സ് ദ ബേസിസ്? y1. x1 എൻറ്റേഴ്സ് ദ ബേസിസ്. x1 എൻറ്റേഴ്സ് ദ ബേസിസ് ആണെങ്കിൽ ആരാണ് ലീവ്സ് ദ ബേസിസ്? നമുക്കിനി മിനിമം റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യണം. സോ മിനിമം റേഷ്യോ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ബേസിസ് കോളം XB ഡിവൈഡഡ് ബൈ ദ മോസ്റ്റ് നെഗറ്റീവ് കോളം. മോസ്റ്റ് നെഗറ്റീവ് കോളം ഏതാണ്? y1. അതിൽ കണ്ടീഷൻ എന്താണ്? y1 ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 0. അപ്പോൾ നെഗറ്റീവ് ഉണ്ടെങ്കിൽ, y1ൽ നെഗറ്റീവ് ഉണ്ടെങ്കിൽ ആ ആൻസർ എടുക്കാൻ പാടില്ല. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. സോ നെഗറ്റീവ് ആൻസേഴ്സ് ഉണ്ടെങ്കിൽ അത് നമ്മൾ ചൂസ് ചെയ്യാൻ പാടില്ല. സോ നമുക്ക് ഇവിടെ ഫസ്റ്റ് ആൻസർ XB ഡിവൈഡഡ് ബൈ y1. അപ്പോൾ 10 ഡിവൈഡഡ് ബൈ 5/2 ആണ്. 10 ഡിവൈഡഡ് ബൈ 5/2 ആകുമ്പോൾ 20/5 ഈക്വൽ ടു 4 ആണ് വരുന്ന ആൻസർ. ഇനി ബാക്കി 3/-1/2 അതെന്താണ്? നെഗറ്റീവ്. ഇനി 1/-5/2 അതും നെഗറ്റീവ്. അപ്പോൾ മിനിമം റേഷ്യോ ഒരെണ്ണം മാത്രമേ വരുന്നുള്ളൂ. നമുക്കിവിടെ മിനിമം റേഷ്യോ 1 മാത്രമേ വരുന്നുള്ളൂ. സോ ഇവിടെ നമുക്ക് കറസ്പോണ്ടിങ് നോക്കുമ്പോൾ ഈ കോളം, ഈ റോയിൽ കറസ്പോണ്ടിങ് പിവോട്ട് എലമെൻറ്റ് ഏതാണ്? 5/2 is the corresponding pivot element. അപ്പോൾ ആര് enters the basis? ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്? which one enters the basis and which one leaves the basis എന്ന് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. എന്താണ്? -1/2 is the most negative. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്? x1 enters the basis. y1 എന്ന് പറയുമ്പോൾ കറസ്പോണ്ടിങ് വേരിയബിൾ ഏതാണ്? x1 enters the basis. x1 enters the basis. ഇനി മിനിമം റേഷ്യോ ഈക്വൽ ടു എത്രയാണ് നമുക്ക്? ഇറ്റ് ഈസ് ഈക്വൽ ടു 4. അങ്ങനെയാണെങ്കിൽ x4 leaves the basis. x4 leaves the basis. അപ്പോൾ ഇനി നമ്മൾ ആരെയാണ് എടുത്ത് കളയേണ്ടത്? x4നെ നമ്മൾ എടുത്ത് കളയണം. x4 enters the basis. പകരം അവിടെ വരുന്നത് ആരാണ്? x1 ആണ് അവിടെ വരുന്നത്. ഇനി അടുത്ത ടേബിൾ. അപ്പോൾ ZJ - CJ ലെസ് ദാൻ, ഇവിടെ ZJ - CJ ആണ്. ZJ - CJ ഇസ് ലെസ് ദാൻ 0. അപ്പോൾ ലെസ് ദാൻ 0 ആണെങ്കിൽ നമ്മുടെ ടേബിൾ ഇനിയും നമ്മൾ കണ്ടിന്യൂ ചെയ്യണം. എപ്പോൾ നമ്മുടെ ZJ - CJ ഗ്രേറ്റർ ദാൻ 0 വരുന്നു അതുവരെ നമ്മൾ കാൽക്കുലേഷൻ കണ്ടിന്യൂ ചെയ്യുക. അന്നേരം മാത്രമേ നമുക്ക് കാൽക്കുലേഷൻ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ടേബിൾ കിട്ടി. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടേബിൾ കൺസ്ട്രക്ട് ചെയ്തു, ദെൻ സെക്കൻഡ് ടേബിൾ കൺസ്ട്രക്ട് ചെയ്തു. ഇനി നമ്മുടെ തേർഡ് ടേബിളാണ്. അപ്പോൾ ടേബിളിൽ നമുക്ക് വരുന്ന എൻ്റർ ചെയ്യുന്ന വേരിയബിൾ ഏതാണ്? x1 ആണ് എൻ്റർ ചെയ്യുന്നത്. ആൾറെഡി x2 ഇവിടെ എൻ്റർ ആയി കഴിഞ്ഞു, x1 എൻ്റർ ആയി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ x4നെ എടുത്ത് കളഞ്ഞു, x5നെ എടുത്ത് കളഞ്ഞു. ഇപ്പം നമ്മൾ ഇവിടെ നോക്കുമ്പോൾ x4ൻ്റെ കറസ്പോണ്ടിങ് കോളം എന്താണ്? 1 0 0. അടുത്തത് നോക്കിക്കേ, x2ൻ്റെ കോളം നോക്കിക്കേ, 0 1 0. x6ൻ്റെ കോളം നോക്കിക്കേ, 0 0 1. ആ ബേസിസ് ഫോം ആയിട്ടുണ്ടോ? ഉണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത ടേബിൾ നോക്കുമ്പോൾ അതിൽ x1 നമുക്ക് നോക്കണം. അപ്പോൾ അതിനായിട്ട് ഇനി പിവോട്ട് കോളം എൻട്രി ഏതാണ്? 5/2 ആണ്. ഇത് 1 ആക്കണം. അപ്പോൾ R1നെ നമ്മൾ എന്ത് ചെയ്യണം? 2/5 കൊണ്ട്, ഫസ്റ്റ് റോയെ 2/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഈ എൻട്രി 1 ആയി കിട്ടും. മനസ്സിലായല്ലോ? സോ നമ്മുടെ കാൽക്കുലേഷൻ നമുക്ക് എങ്ങനെ എടുക്കാം? ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ഫസ്റ്റ് കാൽക്കുലേഷൻ വി ക്യാൻ റൈറ്റ് ഹിയർ ആസ്, നമുക്ക് എഴുതാം. സോ ഫസ്റ്റ് കാൽക്കുലേഷൻ നമ്മൾ ചെയ്യേണ്ടത് R1നെ R1 ഇൻറ്റു എന്താണ്? 5/2 അല്ലേ? അപ്പോൾ 2/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്? R1 എന്താണ് നമുക്ക് ആൻസർ? 10 5/2 0 2 1 1/4 0. ഇനി 2/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തേ. അപ്പോൾ ആൻസർ എന്തായിരിക്കും വരുന്നത്? 10 ഇൻറ്റു 2/5. അപ്പോൾ ആൻസർ 20/5 ഇസ് 4. 5/2 ഇൻറ്റു 2/5 1 0. 2 ഇൻറ്റു 2/5 4/5 2/5 and 2/5 into 1/4. അപ്പോൾ 1/10
0 ഇങ്ങനെ വരുന്നുണ്ട്. കാൽക്കുലേഷൻ ശ്രദ്ധിച്ച് ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് തെറ്റിപ്പോയാൽ പാടാണ്. പിന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്തിട്ട് കാര്യമില്ല. കാരണം ഒരു വാല്യൂ, ഒരു നെഗറ്റീവ് സൈനോ ഒരു പോസിറ്റീവ് സൈനോ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിക്കഴിഞ്ഞാൽ തീർന്നു നമ്മുടെ ആൻസറിൽ. ഇവിടെ നമുക്ക് വരുന്ന ആൻസർ എന്താണ്? ഞാനിപ്പോൾ ഫസ്റ്റ് എൻട്രി ഇവിടെ 1 ആക്കിയിട്ടുണ്ട്. അപ്പം നമ്മൾ അത് എൻ്റർ ചെയ്യാം. 4 ആണ് ഫസ്റ്റ് എൻട്രി. ഇവിടെ 1 0 4/5 2/5 1/10 ആൻഡ് എന്താണ് 0 ഇങ്ങനെ നമുക്ക് വന്നു. ഇനി അടുത്ത കാൽക്കുലേഷൻ, സെക്കൻഡ് കാൽക്കുലേഷൻ R2 1 എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ താഴത്തെ എൻട്രി എന്താക്കണം? നമ്മൾ ഇത് 2 എൻട്രി ഇങ്ങനെ 0 ആക്കണം. അപ്പോൾ ഇത് 0 ആക്കാനായിട്ടുള്ള കാൽക്കുലേഷൻ എന്താണെന്ന് നോക്കാം നമുക്ക്. ഇവിടെ -1/2 ആണല്ലോ. അപ്പോൾ നമുക്ക് വിത്ത് റെസ്പെക്ട് ടു ഈ R1 ഡാഷിലെ കാൽക്കുലേഷൻ വെച്ച് ചെയ്യാം. നമുക്ക് R1 ഡാഷ് വെച്ച് ബാക്കി 2 കാൽക്കുലേഷനും ചെയ്യാം. അപ്പോൾ R2 ഇസ് റീപ്ലേസ്ഡ് വിത്ത് R2ൽ അവിടെ ഇരിക്കുന്നത് -1/2 ആണ്. അപ്പോൾ R2 പ്ലസ് 1/2 ഇൻറ്റു R1 ഡാഷ് എന്ന് കൊടുത്താലോ? അപ്പോൾ R2 നമുക്ക് എഴുതാം. R2 ഇസ് റീപ്ലേസ്ഡ് വിത്ത് സെക്കൻഡ് റോ എന്താണ്? 3 -1/2 1 0 0 1/4 0. ഇനി R1 ഡാഷ് 1/2 ഇൻറ്റു R1 ഡാഷ് എടുക്കുക. R1 ഡാഷ് ഇതാ ഇവിടെ ഉണ്ട്, ഇതാണ് R1 ഡാഷ്. അപ്പോൾ R1 ഡാഷിൽ നമുക്ക് എന്താണ്? 4 ഇൻറ്റു 1/2. അപ്പോൾ 4 ഇൻറ്റു 1/2 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുവാണേ. 4 ഇൻറ്റു 1/2 അടുത്തത് 1/2 0 4/5 ഇൻറ്റു 1/2 അപ്പോൾ 2/5 2/5 ഇൻറ്റു 1/2 1/5 1/10 ഇൻറ്റു 1/2 അപ്പോൾ 1/20 0 ഇങ്ങനെ വരുന്നുണ്ട്. ഇത് കുറച്ച് ഒന്ന് വേഗമായിരിക്കും ഈ കാൽക്കുലേഷനൊക്കെ, അപ്പോൾ നമ്മളത് ശ്രദ്ധിച്ച് ചെയ്യണം. എന്നാൽ നമുക്കിവിടെ ആൻസർ എന്താണ്? നമുക്ക് ആഡ് ചെയ്യാം. ആഡിങ് അല്ലോ. അപ്പോൾ ഇതെന്താ? 2 3 + 2 ആണ് വരുന്നത്. അപ്പോൾ 5 ആണ്. 5 ഇവിടെ ആഡ് ചെയ്യുമ്പോൾ 0 അടുത്തത് 1 2/5 1/5 ദെൻ 1/4 പ്ലസ് 1/20 എന്നിവിടെ വരുന്നുണ്ട്. 1/4 പ്ലസ് 1/20 ആണ് വരുന്നത്. അപ്പോൾ 20 ആവുമ്പോൾ 5 + 1 = 6/20 വരുന്നുണ്ട്. ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ 3/10. സോ ഇവിടെ ആൻസർ 3/10 0. സോ നമുക്ക് ഈ കാൽക്കുലേഷൻ കിട്ടി. അത് നമുക്ക് ഇവിടെ ചെയ്യാം. അടുത്തത് നമുക്കിവിടെ എൻ്റർ ചെയ്താലോ? ഈ ആൻസർ എടുത്ത് ഇവിടെ എൻ്റർ ചെയ്യാം. അപ്പോൾ ഇവിടെ x1ൻ്റെ ഇവിടെ വേറൊരു കാര്യം വിട്ടുപോയി. x1ൻ്റെ കോയഫിഷ്യൻറ്റ് നമ്മൾ എഴുതാൻ വിട്ടുപോയി. x1ൻ്റെ കോയഫിഷ്യൻറ്റ് എന്താണ്? ഇവിടെ നോക്കിയേ. x1ൻ്റെ കോയഫിഷ്യൻറ്റ് -1 3 0 കോയഫിഷ്യൻ്റ് ഒക്കെ എൻ്റർ ചെയ്തു. ഇനി ഇവിടെ വരേണ്ട ആൻസർ ഏതാണ്? ഇവിടെ നോക്കിയേ. x2ൻ്റെ ആൻസർ നമുക്ക് 5 ആണ്. x2 ആൻസർ ഇസ് 5 0 1 2/5 1/5 3/10 0 വരുന്നുണ്ട്. ഇനി നമുക്ക് അടുത്ത എൻട്രി ഇവിടെ 0 ആക്കണം. 0 ആക്കണമെങ്കിൽ നമുക്ക് R3ക്ക് എന്ത് കാൽക്കുലേഷനാണ് കൊടുക്കേണ്ടത്? R3യിൽ എന്താണ്? നമുക്കിവിടെ -5/2 ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? R3 ഈസ് റീപ്ലേസ്ഡ് വിത്ത്, വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് അടുത്ത കാൽക്കുലേഷൻ. ഓക്കെ, അപ്പോൾ R3 ഈസ് റീപ്ലേസ്ഡ് വിത്ത് R3 പ്ലസ് എത്ര? 5/2 ഇൻറ്റു R1 ഡാഷ് എന്ന് എഴുതാം. അപ്പം നമ്മുടെ ആൻസർ R3 എന്താണ്? R3 എഴുതാം. R3 എന്താണ്? ഇറ്റ് ഈസ് 1 -5/2 0 8 0 -3/4 1. ഇനി 5/2 ഇൻറ്റു R1 ഡാഷ് എന്താണെന്ന് നോക്കാം. 5/2 ഇൻറ്റു R1 ഡാഷ് ആകുമ്പോൾ നമുക്ക് R1 ഡാഷ് ഇവിടെ എന്താണ് ആൻസർ? സി ഹിയർ -4 ഇവിടെ 4 ഇൻറ്റു 5/2 ഇവിടെ -1 ഇൻറ്റു 5/2 ഇങ്ങനെ വരും ആൻസർ. അപ്പോൾ നമ്മുടെ ആൻസർ എന്തായിരിക്കും വരുന്നത്? 4 ഇൻറ്റു 5/2 ആകുമ്പോൾ 10 ആണ് വരുന്നത്. 4 ഇൻറ്റു 5/2 ആകുമ്പോൾ 2 ടൈംസ് ഇറ്റ് ഇസ് 10. സോ ഇവിടെ 10 5/2 0 2 1 1/4 0. ഇനി നമുക്ക് ആഡ് ചെയ്യാം. ആഡിങ് ആണല്ലോ. അപ്പോൾ 11 ഇവിടെ 0 0 10 1 -3/4 പ്ലസ് 1/4 ആണ് വരുന്നത്.
minus 3/4 plus 1/4 ആകുമ്പോൾ minus 2/4 ആണേ. അപ്പോൾ minus 1/2. സോ ഇവിടെ minus 1/2 1. സോ ഈ ആൻസർ അവിടെ എൻ്റർ ചെയ്യാം നമുക്ക്. സോ ഈ ആൻസർ കൂടി നമുക്ക് എൻ്റർ ചെയ്യുമ്പോൾ ഇവിടെ ആൻസർ എന്തായിരിക്കും വരുന്നത്? 11 0 0 10 1. സി 11 ഇവിടെ 11 ആണ്. 11 0 0 10 1 minus 1/2 1 എന്ന ആൻസർ നമുക്കിവിടെ കിട്ടി. ഇനി നമുക്ക് നോക്കാം. ഇനി നമുക്ക് ടേബിളിലുള്ള കാൽക്കുലേഷൻ നോക്കാം. ഇതിൽ നമുക്ക് ZJ നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് CB ഇൻറ്റു എല്ലാ കോളംസിനെയും മൾട്ടിപ്ലൈ ചെയ്യാം. -1 × 1 3 × 0. ഈ കറസ്പോണ്ടിങ് കോളത്തിൽ നോക്കുമ്പോൾ എന്താ? -1 × 1. അപ്പോൾ ഇവിടെ ആൻസർ എന്തായിരിക്കും വരുന്നത്? -1. ഇവിടെ -1 × 0 3. ദെൻ ഇവിടെ -4/5. സി ഹിയർ ഈ കറസ്പോണ്ടിങ് കോളമാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. -4/5 plus 6/5. -4/5 plus 6/5 ഈക്വൽ ടു 2/5 ആണ് വരുന്നത്. സോ ഇവിടെ 2/5. ഇനി ഇവിടെ വരുന്ന ആൻസർ -2/5 plus 3/5. -2/5 plus 3/5 is 1/5. Then here -1/10 plus 9/10 equal to 8/10 equal to എത്ര? 4/5. here 0. ഇനി നമുക്ക് ZJ കിട്ടിക്കഴിഞ്ഞു. ഇനി ZJ minus CJ ആണ് നമ്മളിവിടെ ചെയ്യേണ്ടത്. ZJ minus CJ നോക്കിയേ. സോ -1 -1 0 3 - 3 0 2/5 plus 2 that is equal to 10 plus 5 that is 12 divided by 5 1/5 then 4/5 0. അപ്പോൾ നമുക്കിവിടെ എന്താ വന്നിരിക്കുന്നത്? എല്ലാ ZJ മൈനസ് CJ വാല്യൂസും നമുക്ക് ഇവിടെ വന്നിരിക്കുന്ന ആൻസർ 0 ആണ്, പോസിറ്റീവ് ആണ്. എല്ലാ ആൻസേഴ്സും പോസിറ്റീവ് ആണെങ്കിൽ നമുക്ക് കാൽക്കുലേഷൻ എന്ത് ചെയ്യാം? ഇനി ഫർദറായിട്ട് പ്രൊസീഡ് ചെയ്യണോ? വേണ്ട. നമുക്ക് ഈ കാൽക്കുലേഷൻ ഇനി നമ്മൾ കണ്ടിന്യൂ ചെയ്യേണ്ട കാര്യമില്ല. അതായത് നമ്മുടെ ZJ മൈനസ് CJ വാല്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 വന്നാൽ അപ്പോൾ നമുക്ക് കാൽക്കുലേഷൻ സ്റ്റോപ്പ് ചെയ്യാം. സോ ഓൾ ZJ മൈനസ് CJ is greater than or equal to 0. ഇപ്പം ഇവിടെ നമ്മൾ മിനിമം റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഇല്ല. കാരണം ഇവിടെ പോസിറ്റീവ് ആണെങ്കിൽ നമുക്കിത് വേണ്ട. അതുകൊണ്ട് നമ്മൾ 3 ടേബിൾ കൊണ്ട് കാൽക്കുലേഷൻ സ്റ്റോപ്പ് ചെയ്യുവാണ്. നമുക്കിനി ഫൈനൽ സൊല്യൂഷൻസിൽ പോവാം. അപ്പോൾ all ZJ minus CJ is greater than or equal to 0 എന്ന് നമുക്ക് കിട്ടി. അപ്പോൾ നമ്മൾ ഇനി എഴുതുന്നു hence the current the basic feasible solution is optimum. Therefore ഇനി നമുക്ക് സൊല്യൂഷൻ എഴുതണം. സൊല്യൂഷൻ എഴുതണ്ടേ? അതിനായിട്ട് നമ്മുടെ ആൻസർ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൽ നിന്നാണ്, ഈ XB കോളത്തിൽ നിന്നാണ്, ഇതാണ് സൊല്യൂഷൻ കോളം. ഇതാണ് നമ്മൾ മറക്കരുത്. അപ്പോൾ നമ്മുടെ സൊല്യൂഷൻ ഇവിടെ എന്താണ്? x1 ഈക്വൽ ടു 4, x2 ഈക്വൽ ടു 5, x6 ഈക്വൽ ടു 11. നമുക്ക് വരുന്നതിൽ x1 ഈക്വൽ ടു 4, x2 ഈക്വൽ ടു 5 ആൻഡ് x6 ഈക്വൽ ടു 11. ഇതിൽ x3 വന്നിട്ടില്ല. x3 വരാത്തത് കാരണം x3 നമ്മൾ 0 എടുക്കുന്നു. പിന്നെ ഇത് നമുക്ക് ആൻസറിൽ വേണോ എന്ന് ചോദിച്ചാൽ ഈ ആൻസർ നമുക്ക് വേണ്ട. കാരണം ഇത് നമ്മൾ കൊടുത്ത വേരിയബിൾ ആണ് അല്ലേ? നമുക്ക് കാൽക്കുലേഷൻ സിമ്പിൾ ആക്കാൻ വേണ്ടി നമ്മളായിട്ട് കൊടുത്ത ആ വേരിയബിൾ നമുക്ക് വേണ്ട. സോ വി ഡു നോട്ട് ബോദർ അബൌട്ട് ദീസ് 2 വേരിയബിൾസ്. നമ്മൾ നോക്കേണ്ടത് x1 x2 x3ക്ക് ആൻസർ ഉണ്ടോ എന്നാണ് നോക്കേണ്ടത്. x3ക്ക് വന്നിട്ടില്ല എങ്കിൽ ആൻസർ 0, ഓട്ടോമാറ്റിക്കലി 0 ആയിരിക്കും അത് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ മാക്സിമം ഓഫ് Z* എന്താണ് നമ്മൾ എടുത്തിരിക്കുന്നത്? ഇറ്റ് ഈസ് ഈക്വൽ ടു -x1 പ്ലസ് 3x2 മൈനസ് 2x3 പ്ലസ് അടുത്തത് നമ്മൾ എന്താ എഴുതിയത്? 0x4 പ്ലസ് 0x5 പ്ലസ് 0x6 ആണല്ലോ. ഇതിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ ആൻസേഴ്സിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമുണ്ടോ?
ഇല്ല, കാരണം സീറോ കോഎഫിഷ്യൻറ്റ് 0 ആണ്. അപ്പോൾ x4 x5 x6 നമ്മൾ കൊടുത്ത സ്ലാക്ക് വേരിയബിൾസ് ആണ്. അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമേ ഇല്ല. അന്നേരം നമുക്ക് ഇവിടെ ബാക്കിയുള്ള ആൻസർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ -4 + 3 × x2 ആൻസർ ഇസ് 5 -2 × 0 ദാറ്റ് ഇസ് ഈക്വൽ ടു -4 + 15 = 11. മാക്സിമൈസ് ഇസഡ് സ്റ്റാർ ഈക്വൽ ടു 11 എന്ന ആൻസർ വരുന്നുണ്ട്. പക്ഷേ ഇതല്ലല്ലോ നമ്മുടെ ആൻസർ. നമുക്ക് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്താണ്? ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരുന്നത് ഇറ്റ് ഇസ് ടു മിനിമൈസ്. മിനിമൈസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിനെ മാക്സിമൈസിൽ കൺവേർട്ട് ചെയ്ത് നമ്മൾ ചെയ്തതാണ്. അപ്പോൾ ഇനി ദെയർഫോർ നമ്മൾ നേരത്തെ അപ്ലൈ ചെയ്തിരുന്നു ഒരു ഫോർമുല, മിനിമം ഓഫ് ഇസഡ് ഈക്വൽ ടു മൈനസ് മാക്സിമം ഓഫ് മൈനസ് ഇസഡ് എന്ന കണ്ടീഷൻ. അപ്പോൾ നമുക്കിപ്പോൾ കിട്ടിയത് മാക്സിമം ഓഫ് ഇസഡ് സ്റ്റാർ എന്ന് പറയുമ്പോൾ മാക്സിമം ഓഫ് മൈനസ് ഇസഡ് എന്നാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് 11. അപ്പോൾ നമ്മുടെ ആൻസർ മൈനസ് ഇതിൻ്റെ ആൻസർ എന്താണ്? 11 ആണ്. സോ -11 ഇസ് ദ ആൻസർ. Therefore നമുക്ക് the required solution is hence the required solution is minimum of z is equal to -11 is the answer. ഇതാണ് നമ്മുടെ സൊല്യൂഷൻ. സോ അങ്ങനെ നമ്മൾ ഒരു പ്രോബ്ലം എടുത്ത് ഇവിടെ ചെയ്തിട്ടുണ്ട്. ടേബിൾ ആദ്യം ഫസ്റ്റ് പ്രോബ്ലം ആയതുകൊണ്ടാണ് ഇത്രയും എക്സ്പ്ലനേഷൻസ് വേണ്ടി വന്നത്. അതല്ല എങ്കിൽ ഇത്രയും നമുക്ക് എക്സ്പ്ലനേഷൻസ് വേണ്ട, ഇത്രയും ടൈമും എടുക്കത്തില്ല നമുക്ക്. സോ നമ്മുടെ കാൽക്കുലേഷനിൽ നമ്മളൊരു പ്രോബ്ലം, ഒരു സിമ്പിൾ പ്രോബ്ലമാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. മിനിമൈസ് എന്ന കണ്ടീഷൻ വരുന്നതാണ് ഞാനിവിടെ എടുത്തിട്ടുണ്ടായിരുന്നത്. കൺസ്ട്രൈൻസ് എല്ലാം <= ആയതുകൊണ്ട് സ്ലാക്ക് വേരിയബിൾ മാത്രമേ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. സർപ്ലസ് വേരിയബിൾ ഞാനിവിടെ കൊടുത്തിട്ടില്ല. സോ നമ്മൾ ഈ കാൽക്കുലേഷൻസ് അങ്ങനെ 3 ടേബിൾ നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. ഹോപ്പ് യു കുഡ് ഹാവ് അണ്ടർസ്റ്റുഡ് ദിസ് പ്രോബ്ലം. എന്തായാലും ഈ പ്രോബ്ലം എല്ലാവരും പഠിക്കുക, കാരണം നിങ്ങളുടെ മോഡൽ ക്വസ്റ്റ്യനിൽ ഇതേ പാറ്റേണിൽ ഒരു ക്വസ്റ്റ്യൻ അവിടെ വരുന്നുണ്ട്. ഓക്കെ, താങ്ക് യു.